വി കുഞ്ഞികൃഷ്ണനെ പൂർണ്ണമായും തള്ളി സിപിഎം പുറത്താക്കാനുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ചു. നേരത്തെ ആക്ഷേപം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയത് പാർട്ടിക്ക് പറ്റിയ പിശകെന്ന് വിമർശനം. നടപടി കുഞ്ഞികൃഷ്ണനെതിരെ മാത്രം. ജീവൻ നൽകി പ്രസ്ഥാനത്തെ ബിജെപിയുടെ ചാനൽ മുറിയെ എല്ലാ കഥകൾ വെച്ച് വിളമ്പേ തകർക്കാൻ നോക്കിയ വർഗവഞ്ചക പറനാരേ. മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, കുഞ്ഞികൃഷ്ണനെ പൂർണ്ണമായും സിപിഎം തള്ളി. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രതിഭ, വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ചിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. 3:30 ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് മാധ്യമങ്ങളെ കാണും. നേരത്തെ ആക്ഷേപം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയത് പാർട്ടിക്ക് പറ്റിയ വലിയൊരു പിശകാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനമാണ് ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായും ഉയർന്നത്. നടപടി കുഞ്ഞികൃഷ്ണനെതിരെ മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഫണ്ട് കണക്ക് നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതാണ്. അത് പുനഃപരിശോധിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഫണ്ട് അപഹരണം ഉണ്ടായിട്ടില്ല. നേരത്തെ ഈ വിഷയം കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയപ്പോൾ പാർട്ടി ചർച്ച ചെയ്തു. ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും അടക്കം പലവട്ടം ചർച്ച ചെയ്തു. കണക്ക് പാർട്ടി അംഗീകരിച്ചു. ഒരു തരത്തിലും അതിന് പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടില്ല. പാർട്ടി അംഗങ്ങളെ അതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തിപരമായി ഫണ്ട് തട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. കണക്ക് അവതരിപ്പിക്കുന്നതിലെ കാലതാമസം വീഴ്ച തന്നെയാണ്. അത് പാർട്ടി പരിശോധിക്കുകയും ആവശ്യമായ നടപടി ആ ഘട്ടത്തിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്തതാണ്. ടി ഐ മസൂദിനെതിരെ അടക്കം ശാസനയും തരംതാഴ്ത്തലും ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചു. ഈ കുഞ്ഞികൃഷ്ണൻ ഫണ്ട് ആക്ഷേപം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതായിരുന്നു. അദ്ദേഹവുമായി സമരസപ്പെട്ടു പോയത് ഒരു വലിയ വീഴ്ച എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ഈ ഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് ഇതൊരു വിഷയമാക്കി മാറ്റുന്നതിന് കുഞ്ഞികൃഷ്ണന് അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരു വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ഉണ്ടായത്. അത് ഈ പ്രശ്നം നേരത്തെ തന്നെ, അതായത് ആ ഫണ്ട് വിവാദം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ശക്തമായ നടപടി സ്വീകരിച്ച് കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റി അംഗമാക്കി മാറ്റുന്നതിന് പകരം നടപടി സ്വീകരിച്ച് പുറത്താക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി പാർട്ടിക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ട വിമർശനം. അത് അത്തരത്തിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇതൊരു ചർച്ചയാക്കിയത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമാകില്ലേ എന്ന ഒരു ചോദ്യമാണ് അംഗങ്ങളിൽ നിന്നും ഉണ്ടായത്. എന്തായാലും ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട്, പയ്യന്നൂരിലെ ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പുനഃപരിശോധനയും ഇല്ല എന്ന് തന്നെയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ എത്തിയ നിലപാടിൽ എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഫണ്ട് നേരത്തെ തന്നെ, കണക്ക് നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. അതിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനഃപരിശോധന ഇല്ല. ആ കാര്യത്തിൽ ടി ഐ മസൂദൻ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ഫണ്ട് അപഹരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഈ കുഞ്ഞികൃഷ്ണന്റെ എല്ലാ ആക്ഷേപങ്ങളും തള്ളുകയാണ് പാർട്ടി. ഒരു തരത്തിലും ഇനി ഈ വിഷയത്തിൽ ഇനി ചർച്ച വേണ്ട എന്ന് തന്നെയാണ് സിപിഎമ്മിൽ ഉണ്ടായ ധാരണ. എന്തായാലും കുഞ്ഞികൃഷ്ണനെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം. ഇന്ന് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധമൊക്കെ സിപിഎം പ്രവർത്തകർ നടത്തി. അത് അത്തരം കാര്യങ്ങൾ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സിപിഎം ഇപ്പോൾ എത്തിയിട്ടുള്ള നിർദ്ദേശം. ഇനി അങ്ങോട്ട് അത്തരത്തിൽ പ്രകടനമോ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കലോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും വേണ്ട. വി കുഞ്ഞികൃഷ്ണനെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോവുക, ഇതാണ് സിപിഎം എടുത്തിട്ടുള്ള തീരുമാനം. അത്തരത്തിലുള്ള ഒരു തീരുമാനം അണികളിലേക്ക് എത്തിക്കും. സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് 3:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ ഈ നടപടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയും. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റും ചേർന്ന് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. അതാണ് ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. കെ രാഗേഷ് ഈ വിഷയം ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു. ജില്ലാ കമ്മിറ്റിയും അത് പൂർണ്ണമായും അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ തന്നെ ഈ നടപടി വേണമായിരുന്നു. ഇത്തരത്തിൽ കുഞ്ഞികൃഷ്ണൻ ഒരു താരപരിവേഷം ലഭിക്കുന്നതിന് ഈ നടപടി വൈകിയതിലൂടെ കാരണമായി എന്നുള്ള വിമർശനം അംഗങ്ങൾ വ്യാപകമായി ഉന്നയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്തായാലും കുഞ്ഞികൃഷ്ണൻ സിപിഎമ്മിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നതാണെന്നും താൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഈ
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വി കുഞ്ഞികൃഷ്ണനോട് സംരക്ഷണം കോൺഗ്രസ് നൽകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യവും പാർട്ടിക്ക് മുന്നിലില്ല എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. നേരത്തെ വി കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. KPCC തലത്തിൽ തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. വി കുഞ്ഞികൃഷ്ണനുമായും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്ന ഒരു സ്ഥിതി വന്നാൽ അത് തനിക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു പിന്തുണ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് അദ്ദേഹം KPCC നേതാക്കളെയൊക്കെ അറിയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വി കുഞ്ഞികൃഷ്ണൻ CPM-ൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ചിരിക്കുകയാണ്. പ്രതിഭ.